ഗുഡ് ഈവനിങ് മാം. ഓക്കെ ഫൈൻ. എല്ലാരും എത്തിയോ? എത്ര പേരുണ്ട് ടോട്ടല്? മോണ്ടിസറിക്കാരല്ലേ ഇതെല്ലാം അല്ലേ? അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ചോദിക്കട്ടെ, ആരാ ലീഡർ? ലീഡർ ഇല്ല? MTTCക്ക് ലീഡർ ഇല്ല? ഉബൈസ? ഉണ്ട് മിസ്സേ. എന്താണ് MTTCക്ക് ലീഡർ ഇല്ല. MTTC കോംബോക്ക് കോമ? ഫർഹാനയാണ്. ഓക്കെ. MTTCക്ക് പിന്നെ ഇപ്പം ലീവിലാണുള്ളത്. ലീഡർ ആയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ലാസ്റ്റ് പോർഷൻ എവിടെ എത്തി, എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് എനിക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വേണം. ആരാ തരാ? മിസ് അതില് നമുക്ക് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരെ വാക്ക് മെത്തേഡ് ഇല്ലേ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിൽ ഓഡിറ്ററി പെർസെന്റിൻ്റെത് ഡിസ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അതായത് നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ വ്യത്യസ്തരാണെന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ അവിടെയാണ് എത്തിയത് അല്ലേ? അതിന്റെ അതെ, മൂന്നാമത്തെ ഓഡിറ്ററി ടൈപ്പ് പേഴ്സന്റെ മിസ് കണ്ടുപിടിക്കാൻ ബേസിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ അതെ, പേര് അത് പേഴ്സണലായിട്ട് PM-ലെ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് കണക്ട് ആയി. ശരി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു, നമ്മള് ആൾക്കാര് പല രീതിയിൽ വ്യത്യസ്തരാകുന്നത് എന്തിന്റെ പല ഇതിന്റെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? അതെ. അതെ. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പൊതുവെ വ്യത്യസ്ത? ഒന്ന് ശാരീരിക, ഒന്ന് ഫിസിക്കൽ. മാനസിക, ഒന്ന് മാനസികമായിട്ട്. വൈകാരിക, ഒന്ന് സാമൂഹിക, ദെൻ പഠനശേഷി, വ്യക്തിത്വം എന്നിവയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് പൊതുവെ മനുഷ്യരില്. അതെ. എല്ലാരും ശ്രദ്ധിക്കുക. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മള് ഒരേ പ്രായക്കാരായാലും ഒരേ കുടുംബക്കാരായാലും ഒരേ ഉമ്മാടെ മക്കളായാലും പല കാര്യങ്ങളിലും എന്താകുന്നുണ്ട്, വ്യത്യസ്തരാകുന്നുണ്ട് അല്ലെ? ഒരു വ്യക്തി എന്ന് പറയുന്നത് പലതിന്റെ ബേസിൽ നമ്മൾ വ്യത്യസ്തരാകുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ട് പറയുന്ന കുറച്ചെണ്ണമാണ്. ഒന്ന്, ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെ? അതായത് എന്റെ അതേ ഏജുള്ള ആൾക്കാരും ചിലപ്പോ എന്നെക്കാൾ ഉയരവും ഉണ്ടാവും, ചിലപ്പോ എന്നെക്കാളും വെയിറ്റ് ഉണ്ടാവും, അല്ലെ എന്നെക്കാളും തടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെക്കാളും മെലിഞ്ഞിട്ടായിരിക്കും, എന്നെക്കാൾ നീളം കുറവുള്ളവരും ഉണ്ടാവും. പക്ഷെ ഏജ് ഒക്കെ ചിലപ്പോ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? ഇതിലിപ്പോ ഒരു 28 വയസ്സുള്ള ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്, 27, 28. ഓക്കെ, ജുബിന ഉണ്ട്, ഷർമിന ഉണ്ട്, ദെൻ പിന്നെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു ഏജ്, ഇപ്പൊ എന്റെ ഏജ് സെയിം ഏജ്, പക്ഷെ നമ്മളെല്ലാരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സെയിം ആണോ എല്ലാ കാര്യത്തിലും? അല്ല, പല കാര്യത്തിലും നമ്മള് ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, വ്യക്തി വ്യത്യാസങ്ങൾ. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടാ. ഓക്കെ, ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് ഒന്ന് ശാരീരികം. ഞാൻ പറഞ്ഞു അല്ലെ, ചിലര് ഉയരം കൂടിയവരുണ്ടാകും. പിന്നെന്താ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഉയരം ഇപ്പൊ നമുക്ക് കുറഞ്ഞവരുണ്ടാകും. ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഒന്ന് ശാരീരിക, ഒന്ന് മാനസിക, ഒന്ന് വൈകാരിക, പിന്നെ സാമൂഹികം, പഠനശേഷി അതായത് എനിക്ക് പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ നല്ലോണം പഠിക്കാൻ ആർക്ക് കഴിയും? ചിലപ്പോ ജുബിനക്ക് കഴിയും. നമ്മൾ സെയിം ഏജ് ആണ് പക്ഷെ, അല്ലെ? പക്ഷെ അതിലൊക്കെ വ്യത്യാസം വരുന്നില്ല. നമ്മൾ ഒരേ ക്ലാസ് തന്നെ പല ടൈപ്സ് ഓഫ് കുട്ടികളെ കാണുന്നില്ലേ? നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാവും, എത്ര പറഞ്ഞാലും പഠിക്കാത്ത കുട്ടികളുണ്ടാവും, തലിക്കറാത്ത കുട്ടികളുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ എല്ലാരും വ്യത്യസ്തരാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് സാമൂഹികം, പഠനശേഷി, പിന്നെ വ്യക്തിത്വം. ഓരോരുത്തർക്കും അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ഞാൻ ഇന്നതാണ്, എന്റെ ഒരു ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറയാറില്ലേ നമ്മള്? എന്റെ ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെയാന്ന് പറയാറില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പൊതുവെ വ്യത്യസ്തരാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇങ്ങനെ നമ്മൾ വ്യത്യസ്തരാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഡിഫറൻസ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും?
അതെ. ഓക്കെ. അപ്പൊ ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. പിന്നെ ഒരേ പ്രായത്തിലുള്ളവരായാലും അവരുടെ ശാരീരികം, മാനസികം, വൈകാരികം, സാമൂഹികം, പഠനശേഷി, വ്യക്തിത്വം എന്നിവയിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. ഈ വ്യത്യാസങ്ങളെയാണ് വ്യക്തി വ്യത്യാസങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഈ പറയുന്നതെല്ലാം ടെക്സ്റ്റിലുണ്ടോ? ടെക്സ്റ്റിൽ നിങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അല്ലേ നിങ്ങൾക്ക് ഉള്ളത്? ഇംഗ്ലീഷ് ടെസ്റ്റ്. യെസ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയേ വേണ്ട. ടെക്സ്റ്റിൽ ഫുള്ള് പ്രിന്റിന്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രാമറിന്റെ പല ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കേണ്ട കറക്റ്റ് സാധനം ഞാൻ വിട്ടുതരും. അതിന്റെ ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ഓക്കെ. അതിന്റെ ബേസിൽ ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. പഠിക്കേണ്ട ഭാഗം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നു. ഇംഗ്ലീഷിൽ മാത്രമേ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുക നോട്ട്സ്. ഓക്കെ. മലയാളം ഇല്ല. ക്ലിയർ? ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ വേണ്ടി പറ്റുന്ന സബ്ജക്ട് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാ? സ്കൂൾ ഓർഗനൈസേഷൻ, പ്രീ പ്രൈമറി, തിയറി. ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അതേസമയത്ത് ചൈൽഡ് സൈക്കോളജി, അതുപോലെ വേറെ എന്തായിരുന്നു? മോണ്ടിസറി തിയറി. മോണ്ടിസറി തിയറി നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്തെല്ലാം ഇംഗ്ലീഷ്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ഒന്ന് ചോദിച്ച് കൺഫേം ആയിക്കോട്ടെ. അതത് ടീച്ചേഴ്സിന്റെ അടുത്ത്. MTTC പൊതുവെ സബ്ജക്ട് ഒക്കെ ഇംഗ്ലീഷ് ആണ്. പിന്നെ PPTTC കണക്ട് ചെയ്ത് വരുന്നോണ്ട് നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നത് കേട്ടാ. ഓക്കെ. അപ്പൊ ശരി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. Clear. അപ്പൊ ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ശാരീരിക വ്യത്യാസങ്ങൾ. അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ചെറുതായിട്ട്. എന്നാൽ അതിന് പറയുന്നതാണ് ഫിസിക്കൽ ഡിഫറൻസസ്. ഫിസിക്കൽ ഡിഫറൻസസ്. നമ്പർ 1, ഫിസിക്കൽ ഡിഫറൻസസ്. വ്യക്തികളുടെ ശരീരവുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളാണ് എന്ത്? ശാരീരിക വ്യത്യാസങ്ങൾ. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ. ഉദാഹരണമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒന്നെന്താ? എന്തൊക്കെ വ്യത്യാസങ്ങൾ ശാരീരികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും? ഹൈറ്റ്, ക്യാരക്ടർ ഇതിൽ വരൂലടാ. അതേസമയത്ത് ശരീരഘടന, ഒരു പോസ്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഇതിൽ വരും. ശാരീരിക ശക്തി എന്നൊക്കെ പറയും. മീൻസ് അത് ആ ഒരു നമ്മളൊരു പവർ, മൊത്തത്തിലൊരു ഫിസിക്കൽ പവർ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഈ കാറ്റഗറിയിൽ വരും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ, അതായത് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ കണക്ട് ആയില്ലേ. നീളം, വെയിറ്റ്, അതുപോലെ ഇങ്ങനെയുള്ള പോസ്ചർ. ഞാൻ പറഞ്ഞില്ലേ മോഹൻലാലിന്റെ പോസ്ചർ ഒരു വെറൈറ്റിയാണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമ്പോ ആളുടെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അവരവരുടെ ഒരു പോസ്ചർ ഉണ്ട്. ഇങ്ങനെ ഷാന നിൽക്കുന്ന പോലെ നിൽക്കാം, അല്ലെങ്കിൽ മറ്റേ ഇയാൾ നിൽക്കുന്ന പോലത്തെ ഇയാൾ ഇങ്ങനെയാണ്, ആ ഒരു ടൈപ്പ് പെട്ടെന്ന് നമ്മള് ആ മൈൻഡിൽ പെട്ടെന്ന് അവരെങ്ങനെയാണോ നമ്മുടെ മുന്നിൽ ആ ഒരു നൃത്തം വരുന്നത്, അതാണ് അവരുടെ പോസ്ചർ. എപ്പോഴും ഒരാളെ കുറിച്ച് ഓർക്കുമ്പോൾ അയാളുടെ ഏത് തരത്തിലുള്ള ഒരു രൂപമാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, അതാണ് അവരുടെ പോസ്ചർ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാരീരിക വ്യത്യാസങ്ങൾ അഥവാ ഫിസിക്കൽ ഡിഫറൻസസ് വരുന്നതാണ്. ഓക്കെ. അടുത്തതായിട്ട് പറയുന്നത് മാനസിക വ്യത്യാസങ്ങൾ, മെന്റൽ ഡിഫറൻസസ്. മാനസിക വ്യത്യാസങ്ങൾ അഥവാ മെന്റൽ ഡിഫറൻസസ്. അതായത് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവുകളിലെ വ്യത്യാസങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൽ, അല്ലെ, ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് നിങ്ങൾ ചിന്തിക്കുക? ഒരാൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണോ മറ്റൊരാൾ ചിന്തിക്കുക? അല്ല, ഉറപ്പായിട്ട് വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിലും നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിലും നെഗറ്റീവ്, എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. ഓക്കെ. എത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിലും എന്തോ ഇങ്ങനെ ആക്കണ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റിലൊക്കെ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. അതുപോലെ ഇനി എന്ത് തന്നെ വന്നാലും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ത് മലമറിച്ചാലും അതും എനിക്ക് നല്ലതിന് എന്നുള്ള ആ ടൈപ്പ് ഓഫ് ചിന്ത ഉള്ള ആൾക്കാരുണ്ടാവും. മാത്രമല്ല, ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര ഡെപ്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വന്നാൽ എങ്ങനെയൊക്കെ ആവുന്നവർക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. ദീർഘവീക്ഷണമൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെ? അതായത് മറ്റന്നാൾ ഇപ്പോ എന്തോ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ. ആള് പറയുന്ന എന്തായാലും പന്തലിടണം, മഴ പെയ്യും. പക്ഷെ മഴയ്ക്കുള്ള ഒരു ചാൻസ് ആ സമയത്തില്ല. പക്ഷെ ആ പുള്ളി പറഞ്ഞു
പക്ഷെ ആ ദിവസം മഴ പെയ്യും. കാരണം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവര് ചിന്തിച്ച് ആ ഒരു കറക്റ്റ് പറയും. അന്ന് അത് ഇങ്ങനെ സംഭവിക്കും. ഇത് ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഇതാ അങ്ങനെ ആടുന്നത് മിസ്സാവും. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരൊരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാ. ഒരു ദിവസം തന്നെ നമുക്ക് എത്ര ചിന്തകൾ വരുന്നുണ്ടെന്നറിയോ? എത്ര ചിന്തകൾ വരുന്നുണ്ട്? ഗസ് ഉണ്ട്. ഒരു നോർമൽ പേഴ്സൺ. അത് എണ്ണീറ്റ് പറയാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങള് അതെ, ചിന്തിക്കുന്നുണ്ടാവും? ഒരു കോമൺ ആയിട്ട് പറയുമ്പോ കോമൺ ആയിട്ട് പറയുമ്പോ ഗസ് ചെയ്യാൻ പറ്റും. ഒരു ക്ലൂ തരേ ഏതൊക്കെ സംഖ്യന്റെ കുറച്ചാണോ ഓക്കെ, കൂടുതലാണോ അറിയില്ലല്ലോ. പറഞ്ഞുപോയാൽ ആകെ നാണക്കേടായി പോവില്ലേ? അതാണ്. ഓക്കെ, ഒരു കോമൺ ആയിട്ട് ഉള്ള എന്തായാലും ഒരു ആൾക്കാര് 100ന്റെ മേലെ ചിന്തിക്കൂലേ ഒരു ദിവസം? 100 നൂറ് ഉണ്ടാവില്ലേ? നൂറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അത്രൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം. നിങ്ങളൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് 60,000, 70,000, 80,000 ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. ഭയങ്കര ഓവർ തിങ്കേഴ്സിന് ഒരു 50,000 ചിന്തകൾ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ ചിന്തിക്കണ്ടോ അല്ലേ? ഈ ചിന്ത എന്ന് പറഞ്ഞ സാധനം എന്തായാലും അപ്പൊ ചെറിയൊരു ഞാൻ പറഞ്ഞ ഒന്നും അല്ലല്ലേ മിസ്സേ? ഒരു അംശം പോലും ഇല്ല. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അതായത് ഈ സംഭവം നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എന്തൊക്കെ കണ്ടുപിടിക്കണ സമയം കഴിഞ്ഞതല്ലേ? എന്താ സംഭവം എന്നറിയോ? പുറത്ത് വയ്ക്കും ഓളയും കുട്ടിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഞാന് സജിമിനെ എന്തോ വേദനിപ്പിച്ചു. അപ്പൊ സജിമി ചിന്തിക്കാണേ, 4 മിസ് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നമ്പർ 1. കുറച്ച് അതെന്തിനായിരിക്കും എന്നോട് ചെയ്തിട്ടുണ്ടാവുക 2. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇതിൽ റിപ്പീറ്റേഷനാ വരുന്നത്. ഈ ചിന്തയില് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ? റിപ്പീറ്റേഷൻ. ഓക്കെ, അപ്പൊ ഓവർ തിങ്കേഴ്സിനൊക്കെ 80 കടന്ന് 1,00,000 അങ്ങോട്ട് പോകും. ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമ്മള് ഞാൻ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മാനിഫെസ്റ്റേഷനെ കുറിച്ച് കുറെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യണ്ടേ? സെറ്റ് ചെയ്യാട്ടെ, എന്നെ ഓർമ്മിപ്പിക്കണേ. നിങ്ങളുടെ എക്സാം ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എന്തായാലും ഉണ്ടാവുള്ളൂ. ഡിസംബർ സമയത്ത് നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. നമ്മളെ എന്റെ വിഷൻ ചാർട്ട് മിസ്സിനാണ് അയക്കേണ്ടത് മിസ്സേ. അത് ഏത്? സ്പെഷ്യൽ ആയിട്ട് നാളല്ലേ അയക്കേണ്ടത്. മറ്റേത്? ഓൾ മറ്റേ അബൌട്ട് മീ. ഓൾ അബൌട്ട് മീ തന്നിട്ടുണ്ടായിരുന്നു ചാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. നാളേക്കാണോ? അത് നാളേക്കാണ്. അത് മിസ്സിന് പേഴ്സണൽ ആയിട്ടാണ് അയക്കേണ്ടത്. ഫ്രൈഡേ എന്നാ പറഞ്ഞിട്ടുള്ളൂ. മിസ് അതിന്റെ ടൈം എങ്ങനെയാ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫ്രൈഡേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രൈഡേ 12 o'clock. രാത്രി 12 മണിക്കുള്ളിൽ വരുന്നതൊക്കെ ഓൺ ടൈം സബ്മിഷൻ ആണ്. ഫ്രൈഡേ മാത്രമേ അയക്കാൻ പാടുള്ളൂ. മാത്രമല്ല അതിൽ നിങ്ങളെ പേര് വ്യക്തമായിട്ട് എഴുതണം കേട്ടോ. പേരില്ലെങ്കിൽ നിങ്ങൾക്ക് ആബ്സെന്റാ വരിക. ഓക്കെ, പേര് വേണം. മോഡൽ വേണമെങ്കിൽ നിങ്ങൾ ആരെടുത്ത് ചോദിക്കുക, അങ്ങനെ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. PDF ആയിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ പേര്, കോഴ്സ്, ബാച്ച് പേരുണ്ട്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു PDF ആയിട്ടാണ് അയക്കേണ്ടത്. അയക്കുന്ന സമയം നല്ല നീറ്റ് ആയിട്ട് ചെയ്യണം. കുറെ ആൾക്കാർ പിക്ചേഴ്സ് ഒട്ടിച്ചോട്ടെ, മൊത്തം പിക്ചർ ഒട്ടിച്ചിട്ട് ഒരുമാതിരി LKG കുട്ടിന്റെ ഇതുപോലെ ആക്കരുത്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫ്ലവർ ഒക്കെ ഒട്ടിച്ച പ്രശ്നമല്ല. അതേ സമയത്ത് എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. എന്ത് നിങ്ങൾ ചെയ്യുമ്പോയില്ലേ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിക്കാ മാർക്ക്. അല്ലാണ്ട് നിങ്ങൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ളതിനല്ല നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. ഇതിൽ എന്താ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയില്ലേ, ഇതൊക്കെ എങ്ങനെയാണ് വരിക, ലാസ്റ്റ് ഒരു ഔട്ട്കം ഇതാണ് നമുക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് എവിടെയാ മാർക്ക് വേണ്ടത്? ക്രിയേറ്റിവിറ്റിക്ക്. അപ്പം മാക്സിമം വരച്ചിട്ടും കളർ ചെയ്തിട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഷോക്കേസ് ചെയ്യുക. മനസ്സിലായല്ലോ? അതുപോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. ഞാൻ പറയും ഇത് ശരിയായിട്ടില്ല, ഇത് പറ്റത്തില്ല, നമ്മള് മാറ്റണം എന്ന് പറയും. നാളെ 12 മണിന്റെ മുമ്പായിട്ട് അയച്ചിട്ട് അത് മിസ് ഇനിയിപ്പോ ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ ഓൺ സബ്മിഷൻ ആവോ? അതോ നമ്മളത് ഇതിന് ഞാൻ തരുന്ന ഡിലേ ആവോ? ടൈം 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അതായത് ഫ്രൈഡേ ഞാൻ പറയാന്നുണ്ടെങ്കിൽ സൺഡേക്ക് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യണം. സൺഡേക്കുള്ളിൽ ഒന്നുകൂടി. അതിൽ ആർക്കും ഒരു ചമ്മലും വേണ്ട, എന്നോട് ദേഷ്യം വേണ്ട. അങ്ങനെ ഞാൻ പറയുമ്പോ അങ്ങനെ വീണ്ടും ചെയ്തവർക്കായിരിക്കും പിന്നീട് ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടി പറ്റുക. നോർമൽ അയച്ച ഒറ്റയടിക്ക് ഓക്കെ ആകുന്നതിനേക്കാളും അടിപൊളിയാവാ ഈ മാറ്റി 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 ചെയ്യുന്നവർക്കായിരിക്കും. മനസ്സിലായില്ലേ? ഞാനൊക്കെ മായ്ച്ചതിനും തടഞ്ഞതിനൊന്നും ഒരു കയ്യും കണക്കൂല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ
അതേപോലെ തന്നെ ആക്കണ്ടേ വേണ്ടേ? വേണം. വെറുതെ ഉണ്ടാക്കോ? പ്രതികാരം കുറച്ചൊക്കെ മുറ്റാണോ? മിസ്സിലിട്ടൊക്കെ നമുക്ക് തിരിച്ചും തരണല്ലേ? അതിന് നമ്മള് പ്രത്യേകിച്ച് നമ്മള് കല്യാണം കഴിച്ച് തന്നാലേ മൂത്തച്ഛക്ക് കിട്ടിയ തന്നെ ഇളച്ചിക്ക് കിട്ടണം എന്നുള്ള ഒരു നല്ല വാശി. നല്ലത് കിട്ടുന്ന ആളാണല്ലോ ആ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ്, അപ്പൊ നിങ്ങളും അങ്ങനെ അല്ല ആയാ അത് മതി. പൊതുവെ അങ്ങനെയുള്ള വരിക. ശരി ശരി. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കാര്യമില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരുമ്പോ ഞാൻ ഇങ്ങടുത്ത് പറയാം എന്താ നമ്മുടെ സ്റ്റുഡൻസ് കുഞ്ഞു മക്കളുടെ അടുത്ത് എപ്പോഴും അയ്യവ അടിപൊളി സൂപ്പർ എന്ന് എപ്പോഴും പറയാൻ വേണ്ടി പറ്റും. അവരെങ്ങനെ വരച്ചിട്ട് കൊണ്ടുവരാണ്. ഒരു ജസ്റ്റ് 2 ലൈൻസ് വരച്ചിട്ട് മിസ്സേ നോക്കിയെന്ന് പറയുമ്പോ ഇതെന്ത് 2 ലൈൻസ് ഇപ്പൊ എന്തായാലും ഇല്ലേന്ന് ചോദിക്കരുത്. എന്താ പറയണ്ടേ? വാവ് ബ്യൂട്ടിഫുൾ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണ്ടേ. അവന് അടുത്തത് വരക്കാൻ അവർക്ക് എന്ത് വരും? ആ ഒരു പ്രചോദനം വരും. വാവ് മോട്ടിവേറ്റഡ് ആവും. പിന്നെ എന്ത് വരച്ചാലും ഫസ്റ്റ് മിസ്സിനെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ അവരങ്ങനെ തന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. വാവ് ഒക്കെ ഒരു ഭംഗിയിലാണ്ട് എഴുതി കൊണ്ടുവരും. വാവ് അടിപൊളി, നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്താൽ സൂപ്പർ ആവെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് തിരുത്തേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാല് ഒരിക്കൽ ആ കുട്ടി തിരുത്താൻ കുറെ സമയം എടുക്കും. അതുകൊണ്ട് ഇതാണ് ഇതേപോലെ പറയാം. കുട്ടികളടുത്തുള്ള ഒരു മെത്തേഡ്. ഇതാ മനസ്സിലായല്ലോ? പക്ഷെ നിങ്ങളടുത്ത് ഞാൻ അങ്ങനെ പറയൂല. നിങ്ങൾ ഞാൻ ടൈം പറയാൻ പോവേനി മാമിന്റെ അടിപൊളിയാണ്, നാളെ മക്കളാണല്ലോ, ഒന്നുകൂടി ചെയ്യണം എന്ന് പറയാം. സ്റ്റുഡന്റ് ആണല്ലോ. കഴിഞ്ഞു. ഓക്കെ. നിങ്ങള് വലിയ ഇത്താത്തമാരായിക്കേ. നിങ്ങൾക്ക് മാറ്റാൻ ടൈമില്ല. മറ്റേ കുട്ടികൾ മാറ്റാൻ സമയമുണ്ട് കുറെ. ഓക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോ ചിലർക്ക് അയ്യോ എന്നോട് മാത്രം ഇങ്ങനെ പറഞ്ഞു ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ നിന്റെ ശരിയായില്ലടി പോയി മാറ്റിച്ചാടിയെന്നല്ല പറയാ. ഞാൻ പറഞ്ഞൊരു വൃത്തിയില്. ഓർഗനൈസേഷന്റെ ഗ്രൂപ്പിലല്ലേ മിസ് അയക്കേണ്ടത്? എങ്ങനെയാടാ? ഓർഗനൈസേഷന്റെ ഗ്രൂപ്പിലല്ലേ ഇതാക്കേണ്ടത്? സ്കൂൾ ഓർഗനൈസേഷന്റെ വർക്ക് സ്കൂൾ ഓർഗനൈസേഷനിൽ തന്നെ അയക്കുക. ഞാൻ കോമൺ ആയിട്ടുള്ള വർക്ക്സേ നിങ്ങൾക്ക് തരുള്ളൂ. പിന്നെ മിസ്റ്റർ ഞങ്ങക്ക് വർക്ക് ഗ്രൂപ്പ് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അയക്കണ്ടല്ലേ? അതാരാ അത് ക്രിയേറ്റ് ഉപയോഗിച്ച മിസ് ചെയ്ത്? ക്രിയേറ്റ് ചെയ്ത മിസ് ക്രിയേറ്റ് ഗ്രൂപ്പായിരുന്നു. അതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് വർക്ക് ഒക്കെ അത് ഇടല്. മിസ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പായിരുന്നു. അത് ഞാൻ ഉണ്ടാവില്ല. എന്റെതെല്ലാം സ്കൂൾ ഓർഗനൈസേഷന്റെ ഗ്രൂപ്പിലേക്കാണ് വരേണ്ടത്. പിന്നെ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉബൈസ് അറിയിക്കും. ഓക്കെ. ഉബൈസ് മിസ് അറിയിക്കും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനക്ക് ഭയങ്കര പെർഫെക്ഷനിസത്തിന്റെ ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ കുറെ പ്രാവശ്യം. പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പെർഫെക്ഷനിസം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ആ സാധനമാണ്. ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. പക്ഷെ ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഓക്കെ. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ടൈം സബ്മിഷൻ തന്നെ വേണം. കുറച്ച് കഴിഞ്ഞിട്ട് മിസ്സേ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഒറ്റ ടൈം വരുന്നുണ്ട്, ഒരാഴ്ച തരുന്നുണ്ട്. ഇവരെന്താക്കൂ? മിസ്സേ എന്റെ വീട്ടിൽ കല്യാണമാണ് വ്യാഴാഴ്ച. ഞാൻ വ്യാഴാഴ്ച അല്ല നിങ്ങൾക്ക് വർക്ക് തന്നത്. ഒരാഴ്ച അത്രയും വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കി വെക്കുക, ഫ്രൈഡേ സെൻഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ക്രിട്ടിക്കൽ, അതായത് ലേബർ റൂമിലാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. കാരണം നിങ്ങൾ അയച്ചതിന് ശേഷം ഞാൻ അപ്പൊ തന്നെ ഇത് വേറെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നുണ്ട്. നാളല്ലേ ഓക്കെ. നാളല്ലേ അയക്കേണ്ടി? എങ്ങനെ? നാളല്ലേ ഫ്രൈഡേ? നാളെയാണ്. നാളെയല്ലേ ഫ്രൈഡേ? ആ. അതെ. അപ്പൊ നാളെയാണ് അയക്കേണ്ടത്. ദെൻ പിന്നെന്തേനു പറഞ്ഞു വന്നത്? സൺഡേ മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ. എടി എന്താണ് പറഞ്ഞല്ലോ? കണക്ട് ആക്കി താ. അതിന് തൊട്ട് മാനസിക മുമ്പ് വ്യത്യാസങ്ങൾ, മാനസിക കഥ വ്യത്യാസം, പറഞ്ഞേ. മെന്റൽ ഡിഫറൻസ്. വെനസ്ഡേ ആ ആണ്. ഓവർ തിങ്കിലൂടെ കടന്നു പോകുന്ന ഏതാ ആൾക്കാരുണ്ടാവും. ഇതാണോ ഒന്ന്? ഓക്കെ. ഒരു ദിവസം മൈൻഡിൽ എത്ര ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. യാ ബ്യൂട്ടിഫുൾ, അടിപൊളി. ഇങ്ങനെ ഒരാളെ എനിക്ക് എപ്പം ബാക്കിൽ വേണം കേട്ടോ. എന്റെ അടുത്ത് പെട്ടെന്ന് കിളി പോവും. പെട്ടെന്ന് കണക്ഷൻ കട്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പൊ പറഞ്ഞത് ചിന്തകൾ അല്ലെ? ചിന്തകൾ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഈ ചിന്തകളെ ആർക്കാണോ പോസിറ്റീവ് ആക്കാൻ വേണ്ടി പറ്റുന്നത് അവർക്കൊരു പോസിറ്റീവ് ലൈഫ് ഉണ്ടാകും. അതായത് ഇപ്പൊ രാവിലെ തന്നെ എണീച്ചെന്ന് വിചാരിക്കേ. രാവിലെ എണീക്കുന്ന പൊതുവെ എണീക്കുന്നതില് കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ചു. അന്നത്തെ ദിവസത്തിന് മൊത്തം അത് നെഗറ്റീവ് ആക്കൂലേ? രാവിലെ തന്നെ എണീക്കുക, ലേറ്റ് ആയി പഠിച്ചോനെ, ഒന്ന് എണീച്ചാട്ടെ, ലേറ്റ് ആയി, അങ്ങനെ കമ്മലത് തണക്കൂല, അല്ലെങ്കിൽ എന്താ പറയാ ചൂടാവൂല, അല്ലെങ്കിൽ എത്ര സമയം, എന്തൊക്കെ നിങ്ങൾ കൈവെക്കുന്നോ, എവിടെയൊക്കെ നിങ്ങളെ മൈൻഡ് പോകുന്ന ആടെല്ലാം നിങ്ങൾ അതിന്റെ ആ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം തുടങ്ങുമ്പോൾ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എണീച്ചല്ലോ അങ്ങനെയെങ്കിൽ വിചാരിച്ചിട്ട് പോസിറ്റീവായിട്ട്
എണീക്കുക എല്ലാ ദിവസവും. അത് ഫുള്ള് നിങ്ങളുടെ കുട്ടികളിൽ വരെ അത് എന്താകുന്നുണ്ട്, സെൻഡ് ആവുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്, അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ മാനസികമായിട്ട് പറയുന്ന സമയത്ത് മെയിൻലി ചിന്താശേഷി, ഒരാൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കൂടെ ഞാൻ പഠിക്കുന്ന സമയത്തുള്ള പലരും ഇപ്പോഴും ആ ഇരുന്നിടത്തുണ്ട്. മീൻസ് ഇപ്പോഴും കുട്ടിയൊക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. LKG UKG കുട്ടിയെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കുറെ ആളെ വിളിച്ചിട്ടുണ്ട്. എടാ നമുക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങിയാലോ, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എന്റെ തിങ്കിങ് കപ്പാസിറ്റിയാ. ഓക്കെ. അതെന്റെ തിങ്കിങ് കപ്പാസിറ്റിയാ. അവർക്ക് അത്ര വരാൻ പറ്റാത്തവർക്ക്, ചിലരൊക്കെ പല സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ ആ വരാൻ പറ്റാത്തവർക്ക് അത്ര ചിന്താശേഷി ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അവർ ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണ്. ഇല്ല, ഇവിടുന്ന് പോയാൽ എനിക്ക് വേറൊരു ഇത് കിട്ടിയില്ലെങ്കിലോ എന്ന ക്വസ്റ്റ്യൻ അതിന്റെ അപ്പുറം അവർ ചിന്തിക്കുന്നില്ല. അതിനപ്പുറം എന്തെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ധൈര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്താശേഷി ഉള്ളവരെ സക്സസ് ആവുള്ളൂ. ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ടി പറ്റുമോ ആ സാധനം ഉണ്ടെങ്കിലേ നിങ്ങളെ മക്കളെടെങ്കിലും എത്തും. നിങ്ങളിനി എത്ര വലിയ ഡിഗ്രി കൊടുത്താലും എത്ര വലിയ കോഴ്സ് കൊടുത്താലും ആ ചിന്താശേഷിയും ആ ഒരു സ്മാർട്ട്നെസ്സും ആക്റ്റീവ്നെസ്സും ഇല്ലെങ്കിൽ എവിടെയും എത്തൂല. ഓ മൈ ഗോഡ്, ഒന്ന് വെയിറ്റ് ആക്കണേ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നവാടാ. എന്റെ സ്റ്റുഡന്റ്, വൺ ഓഫ് മൈ PPTTC സ്റ്റുഡന്റ്. ഒരു മിനിറ്റടാ. വെയിറ്റ് ആക്കണേ. എല്ലാരും ചെയ്തോ? വാട്ട് അബൌട്ട് മീ ചെയ്തോ? ഓൾ അബൌട്ട് മീ. ഹായ് ഹായ് ഹായ്, ഹലോ 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 ഹലോ. ഞാൻ വന്നു ഗൈസ്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ എന്റെ ഡേ വാസ് വെരി ബ്യൂട്ടിഫുൾ. ബിക്കോസ് എന്റെ ഒരു സ്റ്റുഡന്റ്, നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റാ. എന്താ പറയാ, ഞാനെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്റ്റുഡന്റ്. എന്താ ഇതിന്റെ ഗുഡ്നസ്, എന്താ ഇതിന്റെ ഒരു ഇത് എനിക്ക് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ ഓൺലൈനിൽ വരുന്നുണ്ടോ നോക്കിയേക്കും, ഞാൻ ഓഫ്ലൈനിൽ പോകുന്നുണ്ടോ നോക്കിയേക്കും. അത്ര എന്നെ ഫോളോ ചെയ്യുന്ന ഒരു കൊച്ച്. അപ്പൊ ഒരിക്കലും കൂടെ കാണണല്ലോ. എന്റെ അടുത്ത് എപ്പം പറയണ്ട ഒന്ന് കാണാവാ, എന്നൊന്ന് കാണാവാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഓക്ക് വരാനുള്ള സിറ്റുവേഷൻ അല്ല. അപ്പൊ ഒന്ന് ഞാൻ എന്റെ ഉമ്മാനെയൊക്കെ കൂട്ടിയിട്ട് പോയതാ. എന്റെ അമ്മ ആ നാട്ടുകാർക്ക് മൊത്തം എന്നെ അറിയാം. 24 മണിക്കൂർ ഈ മിസ്സിന്റെ പേരാ പറയുന്നത്. ഷാന മിസ്സല്ലേ, ഷാന മിസ്സല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നത്തെ ഡേ. ഓ ഗോഡ്, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടാ. എനിവേ, ഞാനിപ്പോ വന്നപാടാണ്. അതുകൊണ്ട് എന്നെ ഈ കോലം, നിങ്ങൾ എപ്പോഴും എന്നെ ഈ കോലത്തെ കാണുന്നല്ലേ. ബിസി ബിസി ബിസി, ഭയങ്കര ബിസി. ഒരു സാറ്റർഡേ കഴിഞ്ഞാലുള്ള ക്ലാസ് ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ഡെസ്കും എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും എടുക്കുക. ഓക്കെ.
ഓക്കെ, അതുവരെ നിങ്ങളൊന്ന് ഞാനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവാ. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞു വന്നത് ചിന്താശേഷി, അത് അത്ര മതി. സംഭവം എന്താന്ന് കിട്ടിയിക്കല്ലോ, കിട്ടിയില്ലേ? ഓക്കെ, അടുത്തതാണ് അത് തന്നെ വരുന്നത് ബുദ്ധിശക്തി, ഇന്റലിജൻസ് എന്നൊക്കെ പറയും അല്ലെ. ഭയങ്കര ഇന്റലിജന്റ് ആണ് ആ കുട്ടി. ഓക്കെ, ആ ടീച്ചർ വന്നിട്ട് ഭയങ്കര ഇന്റലിജന്റ് ആണ് അങ്ങനെയൊക്കെ പറയില്ല, ഭയങ്കര ബുദ്ധി. അവര് പറയുന്ന കാര്യങ്ങൾ, അവരെ ഇടപെടലിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ മനസ്സിലാവും. എന്റെ മോനെ, ആ ആ ഒരു ബുദ്ധി നോക്കിയാ, കുട്ടിന്റെ ഒരു ബുദ്ധി നോക്കിയാ, ചെയ്തതിന്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് തോന്നും, ഔ വാവ്, അങ്ങനെ തോന്നൂല്ലേ നമുക്ക്? അതായത് ഭയങ്കര ഇന്റലിജന്റ് ആവാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലും എല്ലാവരും പലരും വ്യത്യസ്തരാണ്. എന്നിൽ നിന്ന് ഒരാൾ വ്യത്യസ്തനാണ് എന്ന് പറയുമ്പോ എന്നെക്കാൾ ബുദ്ധിയാന്ന് ഓനിക്കും ചിലപ്പോ പറയാം അല്ലെ, അല്ലെങ്കിൽ നിന്നെക്കാൾ ബുദ്ധി ഓനിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ താരതമ്യം ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതാണ് ഇന്റലിജന്റ് ആക്കുക എന്നുള്ളത്. അതുപോലെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ചിന്താശേഷിയും ഇന്റലിജൻസ് ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, എന്താണ് റീസണിങ് എബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞിട്ടില്ലേ? ഒരു ഇതിൽ ആണി അടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് കേറുന്നില്ല, ലൈക്ക് അങ്ങനെ സാധനം പറഞ്ഞു തന്നില്ലായിരുന്നോ? നിങ്ങൾക്ക് തന്നെയല്ലേ? അല്ല അല്ല അയ്യേ. ഇല്ല. ഓക്കെ, നമുക്കല്ല. അതായത് കുട്ടികൾക്ക്, നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും നിങ്ങളുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടായിട്ടിരിക്കേണ്ട ഒരു സാധനമാണ് റീസണിങ് എബിലിറ്റി. വാട്ട് ഇസ് റീസണിങ് എബിലിറ്റി? പറഞ്ഞില്ല, ഞാൻ കത്തിയിട്ടുണ്ടാവും ചെറുതായിട്ട്. എന്തുകൊണ്ട് റീസൺ, അത് അങ്ങനെ ആയി എന്നുള്ളത്. എന്തിനും ഒരു എന്തുകൊണ്ട് കാരണം എന്ന ഉണ്ടാവണം. ചോദ്യത്തിന് ആൻസർ ഉണ്ടാവണം. എന്തുകൊണ്ട് എന്നൊരു സിറ്റുവേഷനിൽ ഒരു ആൻസർ അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റണം. ഓക്കെ, അതായത് ഒരു കുട്ടി, ഞാൻ ഇപ്പൊ ആ എക്സാമ്പിൾ തന്നെ വെക്കാം. അതായത് ഒരു കുട്ടി ഒരു മരത്തിന് ഒരു ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്റ്റക്കായി, പിന്നെ നല്ല സ്മൂത്ത് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് ആയി എന്ന് കരുതുക. ഈ കുട്ടി അത് പിന്നെ അടിച്ചോണ്ടിരിക്കും. ചില കുട്ടികൾ ഉണ്ടാവും അത് പിന്നെയും അടിച്ചോണ്ടിരിക്കും അല്ലെ, ഇത് കേറുന്നില്ല, അത് കരയും, ഉമ്മടുത്ത് വാശി പിടിക്കുന്നത്, കേട്ടി തന്നേ പറ്റൂ അല്ലെ, ഇത് കേറുന്നില്ല, കേട്ടി തന്നേ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് മനസ്സിലാവും, ഉമ്മ ഇത് ആവുന്നില്ല, ഇതിന്റെ അപ്പുറത്ത് എന്തോ ഹാർഡായിട്ടുള്ളുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഈ കുട്ടിക്ക് എന്ത് മനസ്സിലായി? ഇതിനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്ത തരത്തില് ഹാർഡായിട്ടുള്ള എന്തോ സാധനം അകത്തുണ്ട്. ഇതാണ് റീസണിങ് എബിലിറ്റി. എന്നാൽ ഈ കുട്ടീനെ ഒരു ദിവസം ഇരുത്തിയിട്ട് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതാണോ, ഇതാണ് ആണി, ഇതാണ് മരം, മരത്തിന്റെ അപ്പുറത്തൊരു കല്ലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഹാർഡായിട്ടൊരു സാധനം വന്നാൽ ആണി അങ്ങോട്ടേക്ക് അടിക്കുമ്പോ ആവില്ല എന്നൊരു ഉമ്മ ഒരു ദിവസം ഇരുത്തി പഠിപ്പിച്ചത് കൊണ്ടാണോ ഈ കുട്ടിക്ക് ഇത് സംഭവം വന്നത്? ആണോ? അല്ല. ഒരിക്കലല്ല, ഒരിക്കലല്ല. ഇപ്പൊ ഞാൻ സജിമ അടുത്ത് പറയണം. സജിമ, ആ ഒരു ആപ്പിളിനെ കുറിച്ച് എന്തേലും ഒരു 5 പോയിന്റ്സ് അല്ല, ഒരു 5 മിനിറ്റ്സ് സംസാരിച്ചേ എന്ന് പറയാണ്. 5 മിനിറ്റ്സ് അല്ല, ഒരു 1 മിനിറ്റ് സംസാരിച്ചേ സജിമ ആപ്പിളിനെ കുറിച്ചിട്ട്. സംസാരിക്കണോ? ആ അറിയുന്നൊക്കെ പറഞ്ഞോ, ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് മതി, അത്ര മതി. ആപ്പിളിന് ചുവപ്പ് നിറാണ്. ഓക്കെ, നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. ആഹാ ഹെൽത്തി ഫുഡാണ്. ആഹാ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആഹാ, വെരി ഗുഡ്. ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇതൊരു ആപ്പിൾ ആണ്, ഇത് ഇന്നതാണ്, ഇതിന്റെ ഷേപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. പറഞ്ഞോ, ഷേപ്പ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോ.
ആ ആ. കുറച്ചുകൂടി ആലോചിക്കാനൊക്കെ ടൈം തരാന്നുണ്ടെങ്കിൽ പറയും ഇത് പല്ലിന് ബെസ്റ്റ് ആണ്, അതുപോലെ ഇത് റൗണ്ട് ഷേപ്പ് ആണ്, ലൈക്ക് ഇതിന് മധുരമാണ്, ഇതൊരു ഫ്രൂട്ട് ആണ്, ഇതിലൊരു ഞെട്ട് ഉണ്ടാകും അല്ലെ, ഇത് ഇങ്ങനെ കാശ്മീരിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ലൈക്ക് ഇങ്ങനെ നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് നമ്മൾ പറയും അല്ലെ, മാക്സിമം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന പറയും. ഇതൊക്കെ ഒരു ദിവസം സജ്മ ഇരുന്ന് പഠിച്ച സാധനമാണോ? അല്ല. ഒരിക്കലും അല്ല. സജ്മ ഓരോ സിറ്റുവേഷൻസിൽ നിന്ന് കളക്ട് ചെയ്തെടുത്ത കുറെ അറിവുകളാണിത്. ഇതെന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് ഒരു ബ്രെയിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. എന്റെ പേര് എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കരുത്, എനിക്ക് എങ്ങനത്തെ ഒന്നും വേഗം ഒന്നും കിട്ടൂല, എഴുതി വെച്ചത് എടുത്ത് നോക്കണ്ടി. മിഡിൽ അബ്ലഗേറ്റ് ആണോ? അത് ബാക്ക്. ഓക്കെ, ഇത് ആ. നമ്മള് ഞാൻ പറഞ്ഞില്ലേ PGDLD ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ബ്രെയിനെ കുറിച്ച് A to Z പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ഒരു സാധനമുണ്ട്, അവിടേക്കാണ് നമ്മൾ സെറിബെല്ലം. അതൊക്കെ നമ്മള് 10ലും +2 അങ്ങനത്തേലൊക്കെ പഠിച്ചായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പോയി. ഓക്കെ, അതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി റേഞ്ച് വേറെ പോണം. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവില്ല എന്നോ എനിക്ക് ഉറപ്പാ. അയ്യോ, വെയിറ്റ്. നേരത്തെ വർക്ക് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ മിസ് വന്നില്ലേ? ആരെയും ചോദിച്ചിന് കുറച്ചുകൂടി നാളെ 12 മണി വരെ സമയത്തല്ലോ. ഞാൻ എല്ലാ വർക്കും ലേറ്റ് ആയിട്ടാ ചെയ്യല്. ഞാൻ കഴിഞ്ഞ എല്ലാം വേഗം പ്രാവശ്യം ചെയ്യാറുണ്ട്, ആരോ ഒന്ന് ഇതുകൊണ്ട് ലൈറ്റ് റെഡിയാന്നില്ല. സബ്മിഷൻ കണ്ടല്ലോ രണ്ടാളെ. ഞാനാണോ മറ്റേ ഏതേനി അത്? സമയാണോ മറ്റേ സെൻഡ് ആക്കാൻ പറഞ്ഞേ? ഇത് നാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തുടങ്ങിയ അവസാനിക്കാൻ പണിയാ. നല്ല പാട് ഇത് പെടും. സബ്മിറ്റ് മാമിന് ചെയ്യേണ്ടതെന്ന് പേഴ്സണൽ അറിയില്ല എന്നും പറഞ്ഞത്. വേണ്ടിയത് അല്ലല്ല, എല്ലാരും ചെയ്ത് തുടങ്ങിണ്ടാവൂലേ? ഓർഗനൈസേഷൻ ഇതിലല്ലേ? നമ്മളൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചാർട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ ആ വർക്ക് ഗ്രൂപ്പിലല്ലല്ലോ ഇടണ്ടേന്ന് പറഞ്ഞ മിസ്സിന്റെ അല്ല, ഓർഗനൈസേഷൻ ഗ്രൂപ്പിലല്ലേ? ഓർഗനൈസേഷന്റെ കയ്യിലല്ലേ? മോണ്ടിസറി ഓർഗനൈസേഷന്റെ മെത്തേഡ് ഗ്രൂപ്പിലാണ് ഇതാക്കേണ്ടത്. അസൈൻമെന്റ് എല്ലാരും അയച്ചോ? അസൈൻമെന്റ് എന്തിന്റെ? മോണ്ടിസറിന്റെ, മരിയ ആ, മോണ്ടിസറിന്റെ അതിന്റെ ഓ, ഓ. ഡേറ്റ് കഴിഞ്ഞാണല്ലോ. ഡേറ്റ് ഇന്നലെ കഴിഞ്ഞില്ലേ? അല്ലായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ, ഞാൻ വെച്ചില്ല. ഇന്നലെ അരമണിക്കൂറോട് ചെയ്തയച്ചത്. ആ, മതി. രാത്രി 12ന് മുന്നായിട്ട് അയച്ചാ മതി തോന്നുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഇപ്പൊ ജോയിൻ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിക്കാണ്. എന്തിനാ പോണേ? ഞാൻ KG തന്നെ, ടീച്ചർ UKG ആയിട്ടല്ലേ? LKG UKG. നിങ്ങളപ്പോ ഇതിന് മുന്നേ എന്തേ പഠിച്ചിനിയോ? പ്രീ പ്രൈമറി TTC. അത് MTTC അല്ലേ നിങ്ങളെടുത്ത് ഇപ്പൊ? MTTC. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡിലും ഒക്കെ കേറാൻ പറ്റിയിരിക്കുന്നു പ്രൈവറ്റ് സ്കൂളിൽ MTTC ഉണ്ടെങ്കിൽ. MTTC ഉണ്ടെങ്കിൽ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തത്. പറ്റും, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ പറ്റുമല്ലോ MTTC ഉണ്ടെങ്കിൽ. പറ്റും. മോണ്ടിസറി സ്കൂൾ ഉണ്ടാവല്ലോ, അവിടെ അതന്നെ, എന്തായാലും പറ്റും. പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ വേണ്ട, സ്പോക്കൺ ഇംഗ്ലീഷ്. നല്ലോണം ഇംഗ്ലീഷ് അറിയണം, അത്രേ വേണ്ടൂ. അതെ. സാർ ചെയ്യാൻ പഠിപ്പിക്കും. തുടങ്ങിയിട്ട് കഴിഞ്ഞോ? ഓക്കെ, നല്ലതാ. അപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഒരു ഏരിയയിലുള്ള ആ ഒരു പാർട്ടാണ് നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ച സാധനം ചിലപ്പോ ഞങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഇങ്ങോട്ട് കിട്ടാണ്ടിരിക്കലില്ലേ? നാവിന്റെ തുമ്പത്തുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. അതെ. ലൈക്ക് വല്ലാത്തൊരു ടെൻഷനാ. അത് ഫേസ് ചെയ്ത ആൾക്കാർ എന്തായാലും ഇവിടെ ഉണ്ടാവും. അതായത് വരൂല. അതാരാ തരാത്തെന്നറിയോ? ഈ സാധനം തരാത്ത. ഇതാണ് ഈ സേവ് ചെയ്ത സാധനം തിരിച്ചു തരുന്ന സാധനം ഇതാ. ഇതിന്റെ ആ ഒരു ആക്റ്റീവ്നെസ് കുറയുന്നതിനനുസരിച്ചിട്ട്, ഇതിന്റെ പണി കുറയുന്നതിനനുസരിച്ചിട്ട്, അതിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടാണ്ട് വരുമ്പോ അതിന്റെ ഒരു ഇത് കുറയുന്ന സമയത്താണ് നമുക്ക് ഈ പഠിച്ചെടുത്ത സാധനം പെട്ടെന്ന് കിട്ടാത്ത. ചില കുട്ടികൾ പറഞ്ഞില്ലേ, ഒരിക്കൽ പഠിച്ചാൽ മതി, പിന്നെ എപ്പോ ചോദിച്ചാലും കിട്ടും. ഓക്കെ, ചില കുട്ടികൾ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇയാളുടെ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ഈ സജ്മക്ക് ഈ ആപ്പിളിനെ കുറിച്ച് സാധനങ്ങളൊക്കെ തന്നതാരാ? ഇവനാണ് നമുക്ക് കണക്ട് ചെയ്ത് ഇൻഫർമേഷൻ തന്ന സാധനം. ഈ നാവിലേക്ക് കണക്ട് ചെയ്ത് തരും. നമ്മുടെ ഇവിടൊക്കെ ഒരു മോട്ടോർ മസിൽസ് എല്ലാം ഉണ്ട്, നമ്മളെ ഈ നാവിനെ ചലിപ്പിക്കാനും സൗണ്ടിനെ പുറത്ത് കൊണ്ടുവരാൻ ഡയഫ്രം, അത് എന്തൊക്കെ ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ തീരൂല. ബ്രെയിനെ കൊണ്ട് പഠിക്കാൻ ഭയങ്കര പുതിയായിട്ട് അതിന്റെ ഒരു കോഴ്സ് എടുത്ത ആളാ ഞാൻ. ഇപ്പൊ മൊത്തത്തില് എന്റെ ബ്രെയിൻ എവിടെയാ എല്ലാവർക്കറിയാം. അപ്പൊ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തരണ ഈ സാധനം കുറയുന്ന കുട്ടിക്ക് റീസണിങ് എബിലിറ്റിയും കുറവായിരിക്കും.
ഈ കുട്ടിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഈ കുട്ടിക്കും കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ സ്റ്റോർ ചെയ്തു ഈ സാധനം ഇങ്ങോട്ട് തിരിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഒന്ന് മിസ്സായാലാണ് കുട്ടിക്ക് റീസണിങ് എബിലിറ്റി കുറയുക. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ? ആ ഒരു എന്ത് കൊണ്ട് എന്ന ആൻസർ കുട്ടിന്റെ സൈഡിൽ നിന്ന് വരണം. മനസ്സിലായോ? എന്തുകൊണ്ട് എന്നതിനുള്ള ഒരു ആൻസർ. അത് ചിലപ്പോ മണ്ടത്തിലായിരിക്കും പറയാ, ആദ്യമൊക്കെ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആയിരിക്കും പറയാ, പക്ഷെ ആൻസർ ഉണ്ടായി മതി. അതായത് ആ കുട്ടി എന്തെങ്കിലും ഒരു ആൻസർ പറയണം. അതേ സമയത്ത് അവിടെ സൈലന്റ് ആണ്, ഒന്നുമില്ല, ഒരു ആൻസറും ഇല്ലെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രശ്നമാണ്. ഒരു ആൻസറും ഇല്ലെങ്കിൽ കുട്ടിക്ക് ഒരു വേറെ ലെവലിലേക്ക് കൂട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കാണണം. ഓക്കെ, അപ്പോ ആ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു, അതെന്തുകൊണ്ട് അങ്ങനെ ആക്കാതിരുന്നത്? അപ്പൊ ആ കുട്ടി പറയാം ഇങ്ങനെ ആക്കി ഇങ്ങനെ ആവൂല. ഇപ്പൊ അതായത് നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നുണ്ട്, അല്ല ഫുഡ് കഴിച്ചതിന് ശേഷം കൈ കഴുകുന്നുണ്ട്. എന്തിനാ കഴുകുന്നത്? അപ്പൊ കുട്ടി ഈസി ആയിട്ട് പറയും എന്ത്, കൈക്കുള്ള ചോറും കറിയെല്ലാം പോവാൻ വേണ്ടിയിട്ട് എന്ന് പറയും, അല്ലെങ്കിൽ അഴുക്ക് പോവാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ ഭക്ഷണത്തിന് മുമ്പ് എന്തിനാ കൈ കഴുകുന്നേ? അതിന്റെ ആൻസർ ഒരു കുട്ടിക്ക് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിന്തിക്കണം. ആ സാധനം നല്ല അത്യാവശ്യം വേണം. അപ്പൊ അത് കുട്ടിക്ക് പറയാം എന്തുകൊണ്ട് എന്നതിനുള്ള ആൻസർ കുട്ടിക്ക് ഇടണം. ഇനി ഇന്റലിജൻസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിയുടെ ബുദ്ധി വളർച്ചയാണ് നോക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അതായത് IQ, ഈ കുട്ടിക്ക് എത്രത്തോളം IQ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നീ എന്ത് ചെയ്യും IQ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നടത്തലുണ്ട്. സ്കൂളുകളിൽ നിന്ന് IQ ടെസ്റ്റ് നടത്തലുണ്ട്. IQ ടെസ്റ്റ് അതുണ്ട്. IQ ടെസ്റ്റ് പല ടൈപ്സ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു കുട്ടിക്ക് IQ ലെവൽ കുറവാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരിക്കലും അത് പറയാൻ പാടില്ല എന്നാണ്. ലൈക്ക് ഈ കുട്ടിക്ക് IQ കുറവാണ്, ഇത്ര ലെവലേ ഉള്ളൂ എന്ന് ഒരു പാരന്റിനോട് ഒരിക്കലും പറയരുത്. പക്ഷെ നമുക്ക് ആസ് എ പാരന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്റെ മോനിക്ക് IQ കുറച്ച് കൂട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെ അത് ഫേസ് ചെയ്യും എന്ന ക്വസ്റ്റ്യൻസ് കുട്ടികളടുത്ത് പോകണം. ലൈക്ക് ഇപ്പൊ നീ വീട്ടിൽ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോ വീടൊന്നും തുറന്നിട്ടില്ല, ആരുമില്ല, നീ എന്ത് ചെയ്യും? അപ്പൊ ഈ കുട്ടി എന്താണ് ആൻസർ പറയുന്നത് നോക്കണം. കുട്ടി പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കും, അല്ലെങ്കിൽ കരയുന്നെങ്കിലും പറയണം. ഒന്നുമില്ലെങ്കിൽ കരയും, ഞാൻ ഇരുന്ന് കരയും. ആ കുട്ടിക്ക് അതൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റണം, അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യാന്നുള്ളത് കാണാൻ വേണ്ടി പറ്റണം. ആ നടക്കാത്ത കാര്യം കാണുന്ന പോലെ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണം. ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യൂലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും പറ്റാത്ത 1000 കുട്ടികളെ നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ കിട്ടുമ്പോ അൽഹംദുലില്ലാ നമ്മൾ പറയണ്ടല്ലോ അങ്ങനെ വിചാരിക്കുക. ഓക്കെ, എനിവേ ചിന്താശേഷിയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇത് 2 പിന്നെന്താ പറയുന്നത് നോക്കാം. മാനസിക വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അടുത്തതാണ് ഓർമ്മശക്തി, പ്രശ്ന പരിഹാര കഴിവ്. ഓക്കെ, പ്രോബ്ലം സൊല്യൂഷനും മറ്റൊന്ന് മെമ്മറി പവർ അല്ലെ. അതായത് കുട്ടിയുടെ ഓർമ്മശക്തിയും ഇതിൽ വരും. ഈ കുട്ടിക്ക് ഭയങ്കര ഓർമ്മശക്തി, ഈ കുട്ടിക്ക് ഓർമ്മശക്തിയില്ല, എന്റെ നമുക്ക് തീരെ ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ പറയാറില്ല നിങ്ങൾ. ആ കുട്ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് മറ്റൊരു കുട്ടിയിൽ നിന്ന് നമ്മൾ ആ കുട്ടിനെ താരതമ്യപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ അതിനാണ് പറയുന്നത് ഈ മെമ്മറി. അതായത് ഇത് മെന്റൽ ആ ഒരു ഇതിലാണ് വരിക, ഡിഫറൻസസ് എല്ലാം വരിക. ഏതാണ്? കുട്ടികളുടെ മെമ്മറി പവർ. ഈ കുട്ടിക്ക് ഓർമ്മശക്തി കുറവാണ്, മറ്റേ കുട്ടിക്ക് ഓർമ്മശക്തി ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യൂലേ കുട്ടികളെ? അതായത് വ്യത്യാസം ഒരു വ്യക്തിയെ വ്യത്യസ്തമാക്കുന്നതിൽ ഒരു ഘടകം ഇതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഓർമ്മശക്തി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം അറിയുമോ? പറയൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യണം. ഒരു ഓരോ മെത്തേഡ് വേർഡ്സ് നമ്മളൊരു 10 വേർഡ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ കുട്ടികൾ. എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കല്ലോ അങ്ങനെ. ചിലപ്പം മറന്നു വേർഡ്സ് എന്താന്ന്. അപ്പൊ അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും ഓൽക്ക് എപ്പോഴും സംസാരിക്കണുണ്ടല്ലോ അപ്പൊ അത് ഓർത്താല് മോക്ക് ഇത് കിട്ടും എന്നുള്ള ആ രീതിയില് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ആക്ച്വലി അത് നമുക്ക് അങ്ങനെയായിരിക്കും. അതായത് എനിക്ക് അങ്ങനെ ഓർത്താലായിരിക്കും കണക്ട് ആവുക. ആ ഇതിലായിരിക്കും നമ്മൾ മക്കളെ ഓർമ്മിപ്പിക്കുക. പക്ഷെ ചിലത് വർക്ക്ഔട്ട് ആവില്ല, ചിലത് വർക്ക്ഔട്ട് ആവും. വർക്കാവലുണ്ട്. ആ ഒരു ലെവൽ ഞാൻ മിനിയാന്ന് അങ്ങനെ വർക്കായിണ്ട്. മറ്റേ ചന്ദ്രയാന്റെ ഇതില് വേണ്ടിട്ട്
അത് ഓക്കെയാണ്. അതായത് സജ്മക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കണക്ട് ആകുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ എല്ലാം നമ്മൾ എനക്ക് മനസ്സിലായി അത് അങ്ങനെ കണക്ട് ആക്കിയപ്പോ അതുകൊണ്ട് എന്റെ മോള് മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കാനും പറ്റൂല. എനിവേ പറഞ്ഞു വരുന്നത്, കുട്ടികളുടെ മെമ്മറി കപ്പാസിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുൻപ് നടന്ന കാര്യങ്ങൾ ചോദിക്കണം. ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്തു, എവിടൊക്കെ പോയി, ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ, റുട്ടീൻസ് പറയിപ്പിക്കുക. ഇന്നത്തെ പറയാൻ പറ്റുന്നുണ്ടെന്നെങ്കിൽ തലേന്നത്തെ പറയാം. അത് ഭയങ്കര ബ്രെയിന് പണിന്റെ മേലെ പണിയാണ്. നിങ്ങൾ വിചാരിക്കും കുട്ടി ഞാൻ ചിന്തിക്കുന്നല്ലേ ഉള്ളൂ, ഒന്നും നടക്കുന്നൊന്നുമില്ല. ഉള്ളിൽ അവിടെ ഭയങ്കര മെഷീൻ വർക്ക് നടക്കുന്നുണ്ട്. മനസ്സിലായ? തലേന്നത്തെ അല്ല ചോദിക്കുന്നത്, അതിന് മുമ്പത്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ എല്ലാവരും അതിന്റെ മുന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് തപ്പി പോകും അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണം. ആദ്യം ഇന്നലെ ഉച്ച മുതലുള്ളത് ഇങ്ങോട്ട് ചോദിക്കുക, പിന്നെ വൈകുന്നേരം മീൻസ് രാവിലെ മുതലുള്ള ഇങ്ങോട്ട് ചോദിക്കുക. അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര, നമുക്കാണെങ്കിലും എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കണ മീൻസ് ഒന്നും പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഓർമ്മശക്തി കുറവാണ്, ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇനി പഠിപ്പിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ പഠിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു മെത്തേഡാണ്. അറിയണോ? അറിയണോ? പഠിക്കുവോ? വേണോ മറവിയാണ്. അറിഞ്ഞാ പഠിക്കുവോ? ഇൻഷാ അല്ലാ. പഠിക്കുവോ? ഓക്കെ, ഇതിനുള്ള ഒരു ടിപ്പാണ് വാ ഓ പരേശ. ഓ മൈ ഗോഡ്, ഓം നമ ശിവായ എന്നൊക്കെ പറയണോന്നുണ്ടല്ലേ, അതൊന്നും അല്ല, പേടിക്കണ്ട. വാ ഓ പരേശ ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ട ഭാഗം ഒന്ന് വായിക്കുക. ആദ്യം എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് വായിക്കുക. പറ്റുന്നത് ഏറ്റവും കുറവ് 3 തവണയെങ്കിലും വായിക്കണം എന്നാണ് പറയുന്നത്. 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ടത് വായിക്കാം. ഓ എന്തായിരിക്കും അപ്പൊ? ഓർമ്മിക്കുക. ശരി, അല്ല, കറക്റ്റാണ്. ഓർത്തെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആരിതാ കണ്ടിട്ടെങ്കിലും ചിരിക്കണത് പറഞ്ഞിട്ട് തെറ്റാണോ വിചാരിച്ചിട്ടാണ് ചിരിക്കുന്നത്. പറഞ്ഞും പോയി പിന്നെ തെറ്റിപ്പോയോ പറഞ്ഞോണ്ട് വിളിച്ചു പറയുന്നത് ഓരോന്ന്. മെജോറിറ്റി തെറ്റിപ്പോവാണ്, അതുകൊണ്ട് ഇതും തെറ്റാന്ന് അങ്ങ് ഉറപ്പിച്ചു. ശരി, അതായത് ഓർത്തെടുക്കുക എന്നുള്ളതാ. ഈ വായിച്ച കാര്യം എനിക്ക് ഓർത്തെടുക്കാണ്, കാമായിട്ട് ഇരിക്കണുണ്ട്. ഈ ഇരിക്കേണ്ട ഇതൊക്കെ ഉണ്ട് നമ്മൾ ചെയ്തിട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ടി ഒന്നല്ല, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. ഇത്ര നല്ല ടീച്ചറുടെ കിട്ടാ. പറ കിട്ടൂല. എവിടെയും കിട്ടൂല. അത് ശരിയാ മിസ് പറഞ്ഞ. നല്ല മിസ്സിനായിരുന്നു കിട്ടൂല. മിസ് പറഞ്ഞോണ്ട് പറയല്ലേ, ശരിക്കും പറയാ. നമുക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്നേ ഉള്ളൂ. വളരെ സന്തോഷം. അപ്പൊ പറഞ്ഞു വരുമ്പോ ഓർത്തെടുക്കുക. നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, വാ ഓ പ. ഇനി അടുത്തതോ പ. പരിശീലിക്കുക. പഠിക്കുക നമ്മൾ ജസ്റ്റ് വായിച്ചിട്ടേ ഉള്ളൂ നേരത്തെ കാര്യം. ഓക്കെ, അപ്പൊ ഓർത്തെടുക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ, അതിനെ നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് പഠിക്കുക മീൻസ് വീണ്ടും റിപ്പീറ്റ് എഴുതിയിട്ടോ എങ്ങനെയെങ്കിലും പഠിക്കുക. എഴുതലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വാ ഓ പ പഠിച്ചു ട്ടാ. ഇനി രേഖപ്പെടുത്തി വെക്കുക. അത് പൊതുവെ ആർക്കും കിട്ടാത്തൊരു വേർഡാണ്. അത് എനിക്ക് വേഗം കിട്ടിയിക്കല്ലോ. അപ്പൊ ട്രിക്ക് പഠിക്കുക. അതല്ല, ടീച്ചർ ഉഷാറാണ്, സജ്മി ഉഷാറാണ്. അങ്ങനെ പറയരുത്, ഇത് സുഖിപ്പിക്കല്ലേ. മിസ് പോയോ? ഓക്കെ, ഐ ഹിയർ. അപ്പൊ എന്താ പറഞ്ഞോടുന്നെ, രേഖപ്പെടുത്തുക. അതായത് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. ഈ പഠിച്ച കാര്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. കുറച്ച് പണിയാണ്, വെറുതെ ഒന്നും പഠിക്കാനൊന്നും പറ്റൂല. ഓക്കെ, രേഖപ്പെടുത്തുക. വാവോ പ രേ ഷ. ഇനി ഷ എന്താണ്? ഓക്കെ, ശരിയാക്കുക. എന്താണ്? ശരിയാക്കുക. ഓക്കെ, രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അത് ശരിയാക്കണ്ടേ? തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കുക. ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് പഠിക്കും. വേറൊരു മെത്തേഡ് ഉണ്ട്, 1, 4, 9. അങ്ങനെ ആണ് ഒരു കാര്യം.
അത് ഞാൻ ഒന്നുകൂടി അതിന്റെ ബുക്കൊക്കെ ഒന്ന് തപ്പി പെറുക്കിയിട്ട് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേടാ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് ശരിയാക്കുക, ശരിപ്പെടുത്തുക എന്നാണ്, ശരിയാക്കുക. എഴുതിയതിൽ തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി കറക്റ്റ് ആക്കി ഒരു കംപ്ലീറ്റ് ഒരു കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോ അതായത് 1, 4, 9 അങ്ങനെ എന്തുവാണ് ആദ്യത്തെ 1-ാമത്തെ ദിവസം പഠിക്കുക, പിന്നെ അത് 4-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുക, പിന്നെ 9-ാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുക. അത് അങ്ങനെ ഫിക്സ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊരു മെത്തേഡാ. ഇനി അതുപോലെ നിങ്ങൾ പലരും ചോദിക്കുന്ന ഒരു രാവിലെ പഠിക്കണയാണോ നല്ലത്, രാത്രി പഠിക്കണയാണോ നല്ലത്? രാവിലെ പഠിച്ചാൽ പെട്ടെന്ന് ഓർമ്മ ഓരോരുത്തർക്കും കിട്ടും. ഡിഫറെന്റ് ആയിരിക്കില്ലേ? പക്ഷെ ഓരോ ഓരോരുത്തർക്കും രാത്രി ഡിഫറെന്റ് ഉറപ്പുറങ്ങി ആയിരിക്കൂലേ? എണീക്കുമ്പോഴത്തെ മറന്നു പോകും. ചില ആൾക്കാർക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും ബെറ്റർ, ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ദെൻ രാത്രി ഇപ്പൊ പഠിക്കുന്ന എന്റെ എല്ലാരും പറയല് രാവിലെ തന്നെ. ഇപ്പൊ എന്റെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. പക്ഷെ ഇപ്പൊ എന്നെ എന്റെ കൊണ്ട് വെരി പറ്റില്ല. ഗുഡ് നിങ്ങൾക്ക് തീരെ വിശ്വാസം ഉണ്ടാവില്ല അല്ലെ? തെറ്റ് പറഞ്ഞാൽ വെരി ഗുഡ്, ശരി പറഞ്ഞാൽ വെരി ഗുഡ്. അങ്ങനെ പറയരുത്. അങ്ങനെ ആവുമ്പോ നമ്മളെ തെറ്റ് മനസ്സിലാവില്ല. എന്റെ മിസ് തെറ്റിയാ എന്ത് തെറ്റും മിസ് പ്രശ്നമില്ലല്ലോ. പറയാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു ആൻസർ പറയുന്നതാണ് എന്റെ വെരി ഗുഡ്. ഓക്കെ, അതാണ് എനിക്ക് സന്തോഷം. അതിന്റെ അപ്പുറം സന്തോഷം എനിക്ക് വേറെ ഇല്ല. അപ്പൊ പറഞ്ഞു തരുമ്പോ ഏറ്റവും സയന്റിഫിക്കലി പറയുവാണ്, സയന്റിഫിക്കലി പറയാന്നുണ്ടെങ്കിൽ മോർണിംഗ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് നമ്മുടെ ഓർഗൻസ് എല്ലാം A to Z മീൻസ് നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് എല്ലാം റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക, മീൻസ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ രാവിലെ എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് എയർ നമുക്ക് കിട്ടും, ഓക്സിജൻ ആയിക്കോട്ടെ എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും. ബാക്കി എല്ലാവരും ബിസി ആവുന്ന സമയത്ത് നമ്മുടെ അതിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഇൻഫർമേഷൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മോർണിംഗ് ആണ്. അതേസമയം ചില കുട്ടികൾ, ആരാ ഷർമി പറഞ്ഞ പോലെ, ചിലർക്ക് രാത്രി പഠിച്ചാലേ തലേ കയറും. ബിക്കോസ് അവർക്ക് ഭയങ്കര കാമായിട്ട് എല്ലാരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് കാണിക്കണം അവർക്ക് സ്വയം. ഞാൻ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, ഉറക്കം ഞാൻ ത്യജിക്കുന്നുണ്ട്, ലൈക്ക് എന്തെങ്കിലും ഒന്ന് ത്യജിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ആ സാധനം കിട്ടിയാലേ പഠിക്കാൻ. എന്റെ അനിയത്തി അത്രയും ലേറ്റ് ആയിട്ട് എത്ര ഒക്കെ ഫ്രീ ടൈം രാവിലെ എന്തെങ്കിലും വെറുതെ കളഞ്ഞിട്ട് 1:30-2 മണി വരെ ഇരുന്ന് പഠിക്കും. അതാണ് ആളുടെ ഒരു നേച്ചർ. അപ്പൊ എന്റെ അതുപോലുള്ള മോനും അങ്ങനെയാണ്. രാത്രിയാ പഠിക്കുക, രാവിലെ പഠിക്കുകയേ ചെയ്യുക. രാത്രി ആ, ഒരു മണിക്കൂറല്ലേ പഠിക്കൂ. ഉം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കൂ. അതാണ്. അതായത് അങ്ങനെയുള്ള ഓരോ കുട്ടികളുടെ ആ ഒരു പ്രകൃതം പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ സയന്റിഫിക്കലി പറയുമ്പോ മോർണിംഗ് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആംബിയൻസ്. പഠിക്കുന്ന സ്ഥലത്തെ ആംബിയൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. നല്ല ലൈറ്റ്നിങ് വേണം, നല്ല എയർ, നല്ല ഫ്രഷ് എയർ, ആ സംഭവങ്ങൾ സെറ്റപ്പ് വേണം. വളരെ ശാന്തവും, ഒരു സൗണ്ട് പോലും, ചില കുട്ടികൾക്ക് ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ മൈൻഡ് ഡിസ്ട്രാക്ട് ആവും. ഓക്കെ, അങ്ങനത്തെ കുട്ടികളുണ്ട്. അതൊരു പ്രത്യേക തരം ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. ഓക്കെ, ചിലപ്പോ ചെറിയൊരു ഒക്കെ വായിച്ചാലേ മനസ്സിൽ കയറുള്ളൂ. ഓക്കെ, അതായത് ഓഡിറ്ററി ഓവറായ കുട്ടികളുണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഓഡിറ്ററി നല്ലതാണെന്ന് പറയുന്നില്ല, ചിലപ്പോ ഓഡിറ്ററി ഇസ് ബെസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഞാൻ പറയട്ടെ, അവർക്ക് ഭയങ്കര ശബ്ദമൂഖരിതമായ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പറ്റൂല. അവരുടെ ശ്രദ്ധ മാറും. സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അവർ അങ്ങോട്ടേക്ക് പോകും. ഇപ്പുറത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട്, ഇവന്റെ നാളെ എക്സാം ആണ്, ഇപ്പുറത്ത് ഭയങ്കര സൗണ്ട് ആയിട്ട് അവർ സംസാരിക്കുന്നത്, അവിടേക്കും ഓന്റെ മൈൻഡ് പോണം, ഇവിടേക്കും ബിസി ആവും ബ്രെയിന്. മനസ്സിലായില്ലേ? അവര് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഈ കുട്ടികൾക്ക്. അതുപോലെ ഭയങ്കര കിനസ്തെറ്റിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അല്ലെ, അത് അവിടെ സ്റ്റക്കാണ് അല്ലെ. അതായത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ, എല്ലാരും പറഞ്ഞത് ശരിയാണ്. കിനസ്തെറ്റിക് എന്ന് പറയുന്നത് ടച്ചിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടച്ച്, ഓക്കെ, തൊട്ടിട്ട് അനുഭവിച്ചിട്ട് അനുഭവത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് ഒന്നുകൂടി. അതായത് ദിസ് ഇസ് എ ആപ്പിൾ എന്ന ഒരു വിഷ്വൽ ആയിട്ടുള്ള കുട്ടിക്ക് പിക്ചർ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് കിട്ടണ പോലെ. ഓക്കെ, അതുപോലെ ഇതാണ് ഒരു ആപ്പിൾ എന്ന് കേട്ടിട്ട് പഠിക്കുന്ന, അതിനെ കുറിച്ച് കേട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ഓഡിറ്ററി കുട്ടിയെ പോലെ വിഷ്വൽ ആയിട്ടുള്ള കുട്ടിക്ക് കയ്യിൽ കൊടുക്കണം, ഇതാണ് മോനെ ആപ്പിൾ, ഒന്ന് തൊട്ട് നോക്കിയേ, ഓക്കെ, ഒന്ന് മണത്ത് നോക്കിയേ. അതുമായിട്ടൊരു അനുഭവം ക്രിയേറ്റ് ചെയ്യണം. ഇതിനാണ് കുട്ടികളുടെ കൂടെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. കാരണം ഏത് കാറ്റഗറിയിലെ കുട്ടി വരുന്നതെന്ന് ഈ ടീച്ചർമാർക്ക് അറിയില്ല. അതുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റി, കുറച്ച് ക്ലാസ്സിൽ ഓഡിറ്ററി, കുറച്ച് വിഷ്വല് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതുകൊണ്ടാ. മനസ്സിലായില്ലേ?
അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അതിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാൻ വിട്ടുപോയത് കേട്ടോ. അപ്പൊ ഈ കിനസ്തെറ്റിക് ഓവറായുള്ള പ്രശ്നം എന്താ അറിയോ? ഒന്നും ഓവർ ആവരുത്. ഒരു പരിധിയിൽ അപ്പുറം പോയാൽ ഇത് ഭയങ്കര ഡേഞ്ചറാ. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, വളരെ റയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അതായത് ഇപ്പോ എന്റെ അടുത്ത് വന്നൊരു കേസാണ്, മിസ്സേ എന്റെ മോൾക്ക് ഒരു കാര്യം പറയുമ്പോ അത് ഓള് കേൾക്കണമെങ്കിൽ ഓള് തൊട്ടുകൊണ്ട് പറയണം. ഓള് ടച്ച് ചെയ്തുകൊണ്ടിട്ട് പറയുന്നത് മാത്രമേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ, ഓള് ക്യാച്ച് ചെയ്യുള്ളൂ. അല്ലാതെ ഓളോട് എന്ത് പറഞ്ഞാലും ഓക്ക് കേൾക്കൂല. അല്ലാണ്ട് ഓളോട് എന്ത് പറഞ്ഞാലും ഒക്കെ കേൾക്കൂല. ഓളൊന്ന് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി, എന്നിട്ട് സംസാരിക്കുക. എന്നാലേ കുട്ടിക്ക് കാര്യം ക്യാച്ച് ചെയ്യാണ്ടി പറ്റുള്ളൂ. കേൾക്കും കുട്ടി, ബട്ട് എന്താണ് അതിന് ഉൾക്കൊള്ളേണ്ട കാര്യമില്ലേ, അത് കുട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓളൊന്ന് ടച്ച് ചെയ്യണം. അപ്പൊ അതിനൊക്കെ നമുക്ക് പറയാം മാനേജ്മെന്റ്സ് ഉണ്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ അത്ര ഒന്നും ഓവറാണ്, എന്താ പറയാ, അമൃതായാലും അമിതായാലും എന്താണ് അത് വിഷമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ കിനസ്തെറ്റിക് ആരാണോ ലീഡർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം അതെന്നെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മിസ്സാവും. ഓക്കെ ഓക്കെ, കണക്ഷൻ കട്ടാവുന്ന കുട്ടിയെ പാവം കുട്ടിയാണ്. ഓക്കെ, അപ്പൊ കൊറേ അറിവുണ്ടായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് അതൊരു നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഞാൻ ബാക്ക് അടിക്കും, എന്തായാലും ബാക്ക് ടു റൂട്ടിലേക്ക് ഞാൻ വരും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ ന്യൂട്ടി ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാനാ പറഞ്ഞിനെ. നാളെ രാത്രി കാര്യം നാളെ ഓർമ്മിപ്പിക്കട്ടാ. ഇത് ഇങ്ങനെ പോഷനായിട്ടുള്ള ആളെ എന്റെ ലീഡർ ആവാൻ പറ്റൂട്ടാ. ഓക്കെ, സ്കൂൾ ഓർഗനൈസേഷൻ നോട്ട്സ് അതാ ഇപ്പൊ പറഞ്ഞേ. നാളെ എന്നെ ഓർമ്മിപ്പിക്കട്ടാ. ശരി, എനിവേ താങ്ക് യു, ബൈ. കുറച്ച് തിരക്കുണ്ട്. ഗുഡ് നൈറ്റ്. താങ്ക് യു. വെൽക്കം.